റൂമിലേക്ക് വന്ന് നോക്കിയപ്പോഴോ അവിടെ മുഴുവനും നശിച്ച പണ്ടാരടങ്ങി കിടക്കുവാണ്. കൂടാതെ മുഴുവനും രക്തവും. പിന്നീടാണ് നമ്മുടെ ആ സ്കൂൾ മുഴുവനും ഒന്ന് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ദേ ആ സ്കൂളിൽ പഠിച്ച സകല കുട്ടികൾ സോംബികളായി മാറിയിരിക്കുന്നു. സോംബികളെല്ലാം അവിടെ മുഴുവൻ ചുറ്റിയടിച്ച് നടക്കുവാണ്. മാത്രമല്ല വെറും 4 പേരാണ് സോംബികളിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഒന്ന് മീക്കു, 2 അവരുടെ ടീച്ചർ, 3 മീക്കുവിന്റെ ഫ്രണ്ട്, പിന്നെ നമ്മുടെ യൂറി. ഇവർ 4 പേരുമാണ് ആകെ രക്ഷപ്പെട്ടത്. ഈ ക്യാമ്പസ് വിട്ട് വെളിയിൽ വന്നില്ലെങ്കിൽ അവരെങ്ങനെ സർവൈവ് ചെയ്യുന്നല്ലേ? ക്ലബ് ഉള്ള സമയത്തെ ടെറസിന്റെ മുകളിൽ മുഴുവൻ പച്ചക്കറി കൃഷിയല്ലായിരുന്നോ? അവിടുന്ന് കിട്ടുന്ന പച്ചക്കറികൾ മുഴുവൻ വേവിച്ച് കഴിച്ചാണ് അവരിപ്പോൾ ഇവിടെ ജീവിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്തോറും അവർക്കുണ്ടായിരുന്ന ഫുഡും തീർന്നു വരികയാണ്. അത് കാരണം മിക്കവും യൂറിയും കൂടി ഒരു പ്ലാൻ ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ താഴെ ക്യാൻറ്റീനിൽ ചെന്ന് അവിടെയുള്ള ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരിക. അങ്ങനെ അതിനുവേണ്ടി കയ്യിൽ കുറച്ച് ആയുധങ്ങളുമായിട്ട് താഴോട്ട് പോവുകയാണ് രണ്ടുപേരും. ഓരോരോ ഫ്ലോറുമായിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് രണ്ടുപേരും. നടന്ന് താഴേക്ക് എത്തിയപ്പോഴോ ഒരു ഫ്ലോർ നിറച്ച് സോംബീസ്. അതിന്റെയൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മീക്കോ തന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബോൾസ് എടുത്ത് ദൂരേക്ക് വലിച്ചെറിയുന്നു. സോംബികളുടെ ശ്രദ്ധ മാറുമ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതിയപ്പോഴോ ദേ ഒരു സോംബി വന്ന് ഇവരുടെ തൊട്ട് പിറകിൽ നിൽക്കുന്നു. വന്ന് മീക്കോനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. യൂറിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാനും വയ്യ. അപ്പോ ദേ യൂറിയെ നോക്കി മറ്റൊരു സോംബി നടന്നു വരുന്നു. അത് വന്ന് യൂറി അറ്റാക്ക് ചെയ്ത ശേഷം അവളുടെ കാലിലിട്ട് കടിക്കാൻ നോക്കുകയാണ്. എന്തായാലും കടി കിട്ടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മീക്കോ അങ്ങോട്ടേക്ക് വന്നു. സോംബിയുടെ തലക്കിട്ട് 2 ചാമ്പിയ ശേഷം അവൾ യൂറിയെ രക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വിധത്തിൽ ഇപ്പോൾ 2 പേരും ക്യാൻറ്റീനിലേക്ക് വന്നിരിക്കുകയാണ്. അകത്ത് ചെന്ന് തങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് കരുതിയപ്പോഴോ അന്നേരമാണ് അകത്ത് നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി മീക്കോ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയതും പെട്ടെന്നാണ് ഒരു പെണ്ണ് അവളെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. സോംബി ആയിരിക്കും എന്ന് കരുതിയ മീക്കോയും ആ പെണ്ണുമായിട്ട് അടികൂടാൻ തുടങ്ങി. എന്നാൽ പിന്നീടാണ് അവളുടെ സോംബിയല്ല എന്ന് മനസ്സിലായത്. സോംബിയല്ല എന്ന് മനസ്സിലായതും 2 പേരും കൂടി അപ്പോൾ തന്നെ ആ പെണ്ണിന്റെ ബോഡി ഫുള്ള് ചെക്ക് ചെയ്തു. അവള് സോംബിയല്ല എന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ട ശേഷമാണ് ഇവരുടെ ടീമിൽ ചേർത്തത് പോലും. നാവാക്കി എന്നാണ് ഈ പെണ്ണിന്റെ പേര്. അങ്ങനെ പുതിയ ഫ്രണ്ടിനെ കിട്ടിയ സന്തോഷത്തിൽ എല്ലാവരും കൂടി ചേർന്ന് ഫുഡൊക്കെ വെച്ച് അടിച്ചു പൊളിക്കുന്നു. എന്നാൽ ഇവിടെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നില്ലേ? പക്ഷേ നമ്മുടെ മിക്കുവിന്റെ ഫ്രണ്ടിനെ കണ്ടോ? ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയൊന്നും അവൾക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിൽ സോംബികളെ ഇല്ല എന്ന് വെച്ചാൽ അവൾ അങ്ങനെയാണ് തന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് ഈ സോംബികളെ പറ്റിയുള്ള ടെൻഷൻ ഇല്ലാത്തതും. അങ്ങനെ ഇരിക്കെ എങ്ങനെയെങ്കിലും ഈ സ്കൂളിൽ നിന്നും രക്ഷപ്പെട്ടേ മതിയാകൂ എന്ന് കരുതി നാവാക്കി സ്വയം ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. പക്ഷേ നമ്മുടെ